മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റേഡിയോകളിൽ ഒന്നാണ് ക്രിസ്റ്റൽ റേഡിയോ. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റിയും അതിൻ്റെ വർക്കിങ്ങും കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർ കമൻറ്റ് ചെയ്തതാണ് ഇതിലെ ആൻറ്റിന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി. ചിലവരൊക്കെ ഉണ്ടാക്കി അത് വർക്കായില്ലെന്ന് കമൻറ്റുകളിൽ കാണാനിടയായി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ക്രിസ്റ്റൽ റേഡിയോയ്ക്ക് വേണ്ടി ഒരു ആൻറ്റിന ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. പറ്റുമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ക്രിസ്റ്റൽ റേഡിയോ ആൻറ്റിന ഉണ്ടാക്കുവാനായി 20 മീറ്ററോളം നീളമുള്ള വയറുകളാണ് നമുക്ക് ഇവിടെ വേണ്ടത്. സാധാരണയായി നമ്മളുടെ വീടുകളിൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഈ വയറിൻ്റെ ഒരറ്റം ഈ കാണുന്ന മരത്തിലേക്ക് ഞാൻ കെട്ടിവെക്കുകയാണ്. ഏകദേശം 15 മീറ്ററോളം നീളത്തിൽ ഇതുപോലെ വയറ് നമ്മൾ വലിച്ചു കെട്ടണം. ഈ വയറ് നന്നായിട്ട് വലിഞ്ഞു നിൽക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വയറിൻ്റെ മറ്റേ അറ്റം ഞാൻ കെട്ടുന്നത് എൻ്റെ വീടിൻ്റെ കിണറ്റിൻ്റെ കമ്പിയിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നും 20 കിലോമീറ്റർ മാറിയാണ് തിരുവനന്തപുരം ആകാശവാണി മീഡിയം വേവ് AM സ്റ്റേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ 5 മീറ്റർ പൊക്കത്തിൽ ഈ ആൻറ്റിന കെട്ടിയാലും ഈ ക്രിസ്റ്റൽ റേഡിയോ നന്നായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള AM റേഡിയോ സ്റ്റേഷൻ എത്ര ദൂരെയാണെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. റേഡിയോ സ്റ്റേഷൻ ഏറ്റവും ദൂരെയാണെങ്കിൽ വളരെ ഉയരത്തിൽ തന്നെ ഈ ആൻറ്റിന ഇതുപോലെ കെട്ടിവെക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ ക്രിസ്റ്റൽ റേഡിയോ നന്നായിട്ട് വർക്ക് ചെയ്യുകയുള്ളൂ. കിണറ്റിൻ്റെ കമ്പിയിലേക്ക് ഞാൻ ഈ വയറ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. കഴുകിയ തുണി ഉണക്കാനായി കയറ് വലിച്ച് കെട്ടില്ലേ, ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഞാനിവിടെ വയറ് വലിച്ച് കെട്ടിയിട്ടുള്ളത്. ഇനി ഒരു അലുമിനിയം ട്യൂബ് എടുത്തതിന് ശേഷം ഭൂമിയിലേക്ക് കുറച്ച് അടിച്ച് താഴ്ത്തി വയ്ക്കണം. ഈ അലുമിനിയം ട്യൂബിൻ്റെ അറ്റത്തായിട്ട് ഞാൻ മറ്റൊരു വയറും കണക്ട് ചെയ്തിട്ടുണ്ട്. അലുമിനിയം ട്യൂബിന് പകരം അയൺ റോഡായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ട്യൂബ് ഭൂമിയിലേക്ക് അടിച്ച് താഴ്ത്തിയതിന് ശേഷം അവിടെ കുറച്ച് ഉപ്പുവെള്ളം ഒഴിക്കുക. ഭൂമിയുമായിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള കോണ്ടാക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉപ്പുവെള്ളം ഒഴിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ക്രിസ്റ്റൽ റേഡിയോ. എന്താണ് ക്രിസ്റ്റൽ റേഡിയോ എന്നും ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. നമ്മൾ നേരത്തെ വലിച്ചു കെട്ടിയ വയറിൻ്റെ അറ്റം ഈ ക്രിസ്റ്റൽ റേഡിയോയുടെ ഒരു എൻഡിലേക്ക് കൊടുക്കണം. ക്രിസ്റ്റൽ റേഡിയോയിൽ ഞാനൊരു നട്ടും ബോൾട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ എനിക്ക് ഇതിലേക്ക് വയറ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഭൂമിയിലേക്ക് അടിച്ചു താഴ്ത്തിയ അലുമിനിയം ട്യൂബിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയറിൻ്റെ മറ്റേ അറ്റവും ഈ ക്രിസ്റ്റൽ റേഡിയോയിലേക്ക് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഇനി ഈ ക്രിസ്റ്റൽ റേഡിയോ നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അതിനായിട്ട് ഈ ക്രിസ്റ്റൽ റേഡിയോയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഓഡിയോ ആംപ്ലിഫയർ ഓണാക്കിയതിനു ശേഷം അതിൻ്റെ വോളിയം മാക്സിമം ആക്കുക. അതിനുശേഷം ഈ വേരിയബിൾ കപ്പാസിറ്റർ പിടിച്ചു തിരിച്ചാൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് സ്റ്റേഷൻസ് റിസീവ് ചെയ്യാൻ സാധിക്കും. Congress leader Rahul Gandhi will conduct corner meetings at Anikal and Pulikeshi Nagar in Bengaluru. Priyanka Gandhi will address a public meeting in Modavedali and take part in a roadshow in Mahadevpura and a public meeting in Bengaluru South segment. JDS Supremo Devagowda is campaigning in Nagamangala, Tumkuru, Malavalli and Pandavpura. In Manipur, the law and order situation is improving gradually and the army and paramilitary are putting all efforts to restore normalcy in the state. Governor Anusuya Uike has requested the people to maintain peace and communal harmony. In a message through Akashvani last night, she said, ക്രിസ്റ്റൽ റേഡിയോ ആൻറ്റിന ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു നല്ല കിടിലൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.
ഇറ്റ്സ് മീ ജോമൻ, ദിസ് ഇസ് മിസ്റ്റർ ടെക് ഇലക്ട്രോണിക്സ് സൈനിങ് ഔട്ട്.